പെട്രോൾ പമ്പ് അനുവദിക്കാൻ കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പെട്രോൾ പമ്പിന് എൻഒസി നൽകുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പി ദിവ്യ ആസൂത്രിതമായാണ് യാത്രയപ്പ് യോഗത്തിന് എത്തിയത്. പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കലക്ടറും മൊഴി നൽകി. ദിവ്യ ആവശ്യപ്പെട്ടിട്ടാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്ന് പ്രാദേശിക ചാനൽ പ്രതിനിധികൾ മൊഴി നൽകി. മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗോപാൽ ശീലാസാരലോട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, അതായത് പി ദിവ്യയ്ക്ക് കുരുക്ക് മുറുകുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അല്ലേ? അതെ നിഷ, പി ദിവ്യയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടും എഡിഎം നവീൻ ബാബുവിനെ പിന്തുണച്ചും അനുകൂലിച്ചും കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ അത് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഈ പെട്രോൾ പമ്പിൽ വിവാദമായ പെട്രോൾ പമ്പിന് എൻഒസി നൽകുന്നതിൽ കാലതാമസം വരുത്തിയെന്നും കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതുമായിരുന്നല്ലോ നവീൻ ബാബുവിനെതിരെയായി ദിവ്യ ഉയർത്തിയ ആരോപണം. ആ ആരോപണം സാധൂകരിക്കുന്ന തരത്തിൽ ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള ഗീതയുടെ റിപ്പോർട്ട് പറയുന്നത്. ഈ മനഃപൂർവ്വം ഇത്തരത്തിൽ എഡിഎം നവീൻ ബാബു ഈ പെട്രോൾ പമ്പിന് എൻഒസി നൽകുന്നത് വൈകിച്ചിട്ടില്ല. അതേസമയം തന്നെ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതിന് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുവരെയുള്ള നവീൻ ബാബുവിൻ്റെ ട്രാക്ക് റെക്കോർഡുകളും അതിനോടൊപ്പം ഈ റിപ്പോർട്ടിലെ പരാമർശവും ചേർത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ക്ലീൻ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് പറയേണ്ടതായിരിക്കുന്നു. മറ്റൊന്ന്, എഡിഎം നവീൻ ബാബുവിനെ സംബന്ധിച്ച വിഷയത്തിൽ ദിവ്യ നടത്തിയ എല്ലാ ഇടപെടലുകളും പൂർണ്ണമായും ആസൂത്രിതമായിരുന്നു എന്നതാണ്. ദിവ്യ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, താൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്നറിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറിയതാണ് എന്ന്. പക്ഷേ ആ ഒരു പ്രസംഗത്തിലെ പരാമർശം പോലും തെറ്റാണ് എന്ന് റിപ്പോർട്ട് വാദിക്കുന്നുണ്ട്. അതിന് ഓരോരുത്തരുടെയും മൊഴികളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന അരുൺ കെ വിജയൻ IAS മൊഴിയാണ്. അദ്ദേഹത്തിന് 11-ാം തീയതി ആയിരുന്നു ഈ യോഗം ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അന്ന് അവധിയായതിനാൽ അത് 14-ാം തീയതിയിലേക്ക് മാറ്റി. ഈ 11-ാം തീയതി രാത്രിയിൽ കളക്ടർ വിളിച്ച ദിവ്യ ഇത്തരത്തിൽ തങ്ങളുടെ, അതായത് കളക്ടറുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ജീവനക്കാരനെതിരെ ഒരു വലിയ ആരോപണമുണ്ട് എന്നും ഒരു വലിയ കുറ്റാരോപണമുണ്ട്, അതിൽ തന്നെ സംബന്ധിച്ചെടുത്ത തെളിവുകളുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 14-ാം തീയതി മാറ്റിവെച്ച യോഗത്തിൽ രാവിലെ മുതൽ ഉച്ചവരെ ഈ യോഗം ആരംഭിക്കുന്ന സമയത്തിനിടെ 4 തവണയാണ് കളക്ടറുടെ സഹായിയെ ദിവ്യയുടെ സഹായി വിളിച്ചത്. തുടർന്ന് ദിവ്യ തന്നെ നേരിട്ട് കളക്ടറെ വിളിച്ചിട്ട് അറിയിച്ചു താൻ ഈ യോഗത്തിലേക്ക് വരികയാണ്. അതിന് മറുപടിയായി കളക്ടർ ചോദിച്ചത്, നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനാണെങ്കിൽ അതിന് ഇപ്പോൾ വേണമോ എന്ന ചോദ്യമായിരുന്നു താൻ ഉന്നയിച്ചത് എന്നും കളക്ടറുടെ മൊഴിയായി പറയുന്നുണ്ട്. തുടർന്ന് ദിവ്യ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ വാർത്തകളിലൂടെ എല്ലാം കണ്ടതാണ്. മറ്റൊന്ന്, ഇതിൽ നിർണായകമായ മൊഴിയുള്ളത് ഈ കണ്ണൂർ വിഷൻ എന്ന ഓൺലൈൻ ചാനലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ കണ്ണൂർ വിഷൻ എന്ന ചാനലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അവരുടെ ആ ദൃശ്യങ്ങളാണ് പിന്നീട് വാർത്തയായതും വിവാദമായതും എല്ലാം തന്നെ. ഈ കണ്ണൂർ വിഷൻ ഉടമകൾ പറയുന്നത്, ദിവ്യ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് തങ്ങൾ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ എത്തിയത്. അത്തരത്തിലല്ലാതെ സ്വന്തം താല്പര്യപ്രകാരമോ എന്തെങ്കിലും വാർത്തയുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. തുടർന്ന് ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് അത് കൈമാറിയതും ദിവ്യയ്ക്ക് തന്നെയാണ്. അത് പ്രചരിപ്പിച്ചതിലോ അത് പുറത്തു വന്നതിലോ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നതാണ് ഈ കണ്ണൂർ വിഷൻ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്.